മിസ്രൈമിലായിരുന്ന ജനത്തോട് പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, ഇത് നിങ്ങൾക്ക് ഒരു പുറപ്പാടിൻ്റെ ദിവസമാണ്. മറ്റുള്ളവർ നമ്മെ ഒരു കെണി, മോശയെയും അഹരോനെയും കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ മനുഷ്യർ നമുക്കൊരു കെണി ആകുന്നു എന്ന്. എന്നാൽ ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പുറപ്പാടുണ്ട്. അത് ഇന്നലെ വരെ നിങ്ങളായിരുന്ന കഷ്ടതയിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക്, ഇന്നലെ വരെ നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് എൻ്റെ നിയമം ഓർത്തപ്പോൾ എവിടെയാണോ നിങ്ങളെ കൊണ്ടുപോകേണ്ടത് അവിടേക്ക് ഞാൻ കൊണ്ടുപോകുന്ന ഒരു രാത്രി ആയിക്കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളും ആ പ്രതീക്ഷയോടെ എങ്ങോട്ടാണ് ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്, ഏത് അനുഗ്രഹത്തിൻ്റെ പന്താവിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, പിതാക്കന്മാർ മുഖാന്തരം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്ത ദേശത്തിലേക്ക് പോകാൻ ഇനി 1 മണിക്കൂറാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അതുപോലെ പുതിയ നിയമത്തിൽ കർത്താവ് ബദ്ധയോടെ പ്രാർത്ഥിച്ചിട്ട് തന്നോട് കൂടെ വന്നിരുന്ന പ്രാർത്ഥിക്കാൻ പറഞ്ഞ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ പോയി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവാൻ. അപ്പം നമുക്ക് ഇനി 1 മണിക്കൂറുടെ കഴിഞ്ഞാൽ ഏതൊക്കെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നു എങ്കിലും ഒരാശ്വാസം ലഭിക്കുന്ന ദിവസങ്ങളാണ് ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ. ആ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കാൽ വയ്ക്കാൻ പോകുന്നതിന് നമ്മൾ എത്ര പ്രത്യാശയോടെ നമ്മളായിരിക്കും. പ്രതീക്ഷയല്ല. ഒരു മകൻ നാട് വിട്ടു പോയാൽ അവൻ വരും എന്ന് നമ്മൾ കണക്കൂട്ടുന്നത് പ്രതീക്ഷിക്കുക. കാര്യം അവന് ജീവനുണ്ട്. അവൻ പോയ സ്ഥലത്ത് വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വരും. അതല്ല, നമ്മൾ കാണാത്തത് ഒന്നിനെ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു, പ്രതീക്ഷയോടെ ജീവിക്കുന്നു. അതാണ് പ്രത്യാശ. അപ്പം ഇന്ന് രാത്രി 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ആ പ്രത്യാശയിലേക്ക് കാൽ വയ്ക്കാൻ പോവുകയാണ്. അവിടേക്ക് വയ്ക്കാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ആഗ്രഹത്തെ നിവർത്തിക്കുന്ന, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അതെന്ത് തന്നെ ആയിരുന്നാലും യഹോവയിൽ ഭരമേൽപ്പിക്കുക. അത് അവൻ നിവർത്തിക്കും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആഗ്രഹത്തെ കൊടുത്തുകൊണ്ട് ഇന്ന് ഈ ദിവസമായിരിക്കാം. നമ്മൾ വായിച്ച സങ്കീർത്തനം ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, അതിൻ്റെ 3 വാക്യങ്ങൾ 81, 82, 83 3 വാക്യങ്ങൾ വായിച്ചാട്ടെ. നോക്കണമേ, ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ആവശ്യം നിന്റെ രക്ഷയെ കാത്ത് മൂർച്ഛിക്കുക, മോഹാലസ്യപ്പെടുക, ആലസ്യപ്പെടുക. എന്താ പറയുന്നത്, പെട്ടെന്ന് ക്ഷീണം വന്ന് മറിഞ്ഞു വീഴുക. അതിൽ ഒരു കാര്യത്തിന് പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോൾ തനിക്ക് നഷ്ടങ്ങൾ ഒരുപാട് വന്നു. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ നിവർന്നു നിൽക്കാൻ കഴിയാത്ത ഒരു മോഹാലസ്യത്തിലേക്ക് താൻ പോയി, തളർച്ചയിലേക്ക് താൻ പോയി, അല്ലെങ്കിൽ ക്ഷീണത്തിലേക്ക് താൻ പോയി. ഇവിടെ നിന്നാണ് തനിക്കൊരു രക്ഷയെ കിട്ടേണ്ടത്. അല്ലേ, ആ സ്തോത്രം. ഈ അവസ്ഥയിലേക്ക് പോയിട്ടും താൻ എപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ, അല്ലേ, അടുത്ത വാക്യം അങ്ങനെയല്ലേ, എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിച്ചെന്ന് വെച്ചാൽ എൻ്റെ കണ്ണ് നിന്റെ വാഗ്ദാനത്തെ നോക്കി ക്ഷീണിക്കുന്നു. ഈ ക്ഷീണമുള്ളപ്പോഴും ഈ തളർന്നു പോയപ്പോഴും സങ്കീർത്തനക്കാരന് ഒറ്റ ചിന്തയേ ഉള്ളൂ, എനിക്കൊരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്.
ഈ വാഗ്ദത്തം എപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും, എപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് നടക്കും എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രത്യാശ തൻ്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഹാല്യാസ്തോത്രം പുതിയ നിയമത്തിലെ 8032 വാക്യങ്ങൾ ഉള്ള പുതിയ നിയമ പുസ്തകം നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പുതിയ നിയമമെന്ന് പറയുന്ന പുസ്തകമാണ് റോമാലേഖനം. ആ റോമാലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. 15-4 വാക്യം വായിക്കുമ്പോൾ തിരുവെഴുത്തുകളിൽ ഉളവാകുന്ന ആശ്വാസം. ഒന്ന് വായിച്ചേ. 15:4 റോമാലേഖനം 15:4. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും ഒന്ന് ഉപദേശത്തിനായിട്ടും നോക്കണമേ, തിരുവെഴുത്തുകളിൽ ഉളവാകുന്ന സ്ഥിരത. ഒന്ന് സ്ഥിരത, 2 ആശ്വാസം. ഹല്ലേലൂയ സ്തോത്രം. ഈ തിരുവെഴുത്തെന്ന് പറയുന്ന വേദഭാഗവും വചനം എന്ന് പറയുന്ന വേദഭാഗവും രണ്ടും രണ്ടാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നവരുണ്ടോ? രണ്ടൊന്നുമല്ല. ഹല്ലേലൂയ സ്തോത്രം. തിരുവെഴുത്തുകളെ തെളിയിച്ചുകൊണ്ട് പൗലോസ് സുവിശേഷം പ്രസംഗിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. തിരുവെഴുത്തുകളെ തെളിയിച്ചുകൊണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ഒരു പഠിപ്പിപ്പ് തന്നെ വന്നത് തെർതുല്യൻ മുഖാന്തരമാണ്. പഴയ നിയമത്തിലെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു ക്രിസ്തുവിൻ്റെ രക്തത്തെക്കുറിച്ച് ഗണ്യമായി പഠിക്കുകയും അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്ത തെർതുല്യൻ പഴയ നിയമത്തിലെ 27,000 സംതിങ് വാക്യങ്ങളെ എന്തായി പറഞ്ഞു? തിരുവെഴുത്തുകളെന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ജനമെല്ലാം എന്ത് ചെയ്തു? പിന്നീട് ഇങ്ങോട്ട് വന്ന എല്ലാ ശുശ്രൂഷകരും പഴയ നിയമത്തിന് തിരുവെഴുത്തുകളെന്ന് ബോധിപ്പിച്ചു. ശരിക്കും തിരുവെഴുത്തുകളെ ആസ്പദമാക്കിയാണ് സുവിശേഷം പറയാൻ. ഹല്ലേലൂയ സ്തോത്രം. തിരുവെഴുത്തിലാണ് നമ്മുടെ സ്ഥിരത വെച്ചിരിക്കുന്നത്. തിരുവെഴുത്തിലാണ് നമ്മുടെ ആശ്വാസം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നമുക്ക് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു വാഗ്ദത്തത്തിന് വേണ്ടി ആശ്വാസം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനത്തിന് സുവിശേഷത്തിൽ വെച്ചിരിക്കുന്ന ഒരു സ്ഥിരതയുണ്ട്, ഒരു ആശ്വാസമുണ്ട്. യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്ഥിരത വെളിവാകേണ്ടതിനാണ് എന്ന് വരുന്നത് പരീക്ഷ വരുന്നതെന്ന്. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സ്ഥിരത നഷ്ടപ്പെടുമ്പോഴാണ് പരീക്ഷ വരുന്നത്. ആ സ്ഥിരത ഉറപ്പാക്കുമ്പോൾ ആശ്വാസം വരും. ആ സ്ഥിരത ഉറപ്പാക്കുമ്പോൾ എന്ത് വരും? ആശ്വാസം വരും എന്ന് നമ്മെ യാക്കോബ് പഠിപ്പിക്കുന്നു. ആ ആശ്വാസം നമുക്ക് വരേണ്ടതിന് സകല അഴുക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കളഞ്ഞു പോകേണ്ടതിന് ഹല്ലേലൂയ സൗമ്യതയോടെ വചനത്തെ സ്വീകരിക്കുക അത്രയേ വേണ്ടതെന്ന് 1:27 പഠിക്കുന്നു. അപ്പം നമ്മൾ എങ്ങനെയാണ് ആ വചനം സ്വീകരിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിരിക്കുന്ന സ്ഥിരത. കാരണം എന്തുകൊണ്ട് അങ്ങനെ ഈ അപ്പോസ്തലന്മാർ എഴുതിയെന്ന് ചോദിച്ചാൽ ഈ വചനങ്ങളെല്ലാം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള എല്ലാ വചനങ്ങളും ആരാണ്? ക്രിസ്തുവാണ്. മനസ്സിലായോ? ക്രിസ്തുവാണ്. അതുകൊണ്ടാ യോഹന്നാൻ പറഞ്ഞത് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞ് അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. പഴയ നിയമത്തിലെ ഉൽപ്പത്തി തൊട്ടുള്ള മലാക്കി ലേഖനൻ വരെ ഉള്ള സകല വചനങ്ങളും അടങ്ങിയ ഒരു ശരീരമാണ് ആക്കുള്ളത്, ക്രിസ്തുവിനുള്ളത്. ഈ വചനങ്ങളെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നുവോ അതിനനുസരിച്ചിട്ടിരിക്കും നമുക്ക് ആശ്വാസം.
നമുക്ക് ലഭിക്കുന്ന കൃപ. യോഹന്നാൻ 1:17 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് കിട്ടി. ന്യായപ്രമാണം മോശ മുഖാന്തരം നമുക്ക്, അങ്ങനെയല്ലേ? വായിച്ചു നോക്കിയേ. കണ്ടോ, രണ്ടുപേരിൽ കൂടെ നമുക്ക് ലഭിച്ചത് മോശ മുഖാന്തരം ന്യായപ്രമാണം ലഭിച്ചു, യേശു കർത്താവ് മുഖാന്തരം കൃപയും സത്യവും ലഭിച്ചു. കൃപ എന്ന് പറയുന്നത് അർഹിക്കാത്ത സ്ഥലത്ത് നമുക്ക് ലഭിക്കുന്ന ദയയാണ് കൃപ. അർഹിക്കാത്ത സ്ഥലത്ത്, അതാണ് വചനം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഹൃദയം ഉരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് വ്യാപരിക്കുന്ന ഒരു വചനമുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഉള്ളിനകത്തേക്ക് കടന്നു വരുന്ന ഒരു വചനം, ഈ വചനമാണ് കൃപ. ഇതിനെ നമ്മൾ മുറുകെ പിടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം വരുന്നത്. അതിന് കാരണം, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, ഇവിടെ കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ, ലോകത്തിലേക്ക് ഈ വചനം ആയിട്ട് കർത്താവ് ലോകത്തിലേക്ക് വന്നപ്പോൾ, നിങ്ങൾക്കറിയാമോ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, കർത്താവ് ക്രൂശിക്കപ്പെടുകയാണ്. ക്രൂശിക്കപ്പെടുമ്പോൾ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് നാലുപാടും നോക്കുന്ന ഒരു വ്യക്തിയെ, ആരെ? കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് നോക്കുന്ന ഒരു വ്യക്തിയാണ്. അത് പത്രോസിനെ അല്ല, അത് യോഹന്നാനെ അല്ല, അത് ഹല്ലേലൂയ സ്തോത്രം അന്ത്രയോസിനെ അല്ല. ഇവരെല്ലാം കർത്താവിൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തവരാണ്, അല്ലേ? പത്രോസിനെ കുറിച്ച് പറയുന്നു, ബെറോനായ ശീമോനെ, നീ ഭാഗ്യവാൻ, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, ജഡരക്തങ്ങൾ വെളിപ്പെടുത്താത്തത് നിനക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അങ്ങനെ പണിയാൻ നിൽക്കുന്ന ഒരു പത്രോസിനെ അല്ല കർത്താവ് തിരയുന്നത്. ഇനി തൻ്റെ അടുക്കൽ വന്ന ജനം ക്ഷീണിച്ചു പോകാതിരിക്കേണ്ടതിന്, അവർ തളർന്നു പോകാതിരിക്കേണ്ടതിന് അവർക്ക് ആഹാരം കൊടുത്തയക്കണം. അപ്പോൾ ആരെ കയ്യിൽ അപ്പം ഇരിക്കുന്നു എന്ന് കണ്ടുപിടിച്ച് ചെന്ന് കർത്താവിനോട്, ഇവിടെ ഒരു ബാലനുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പമുണ്ട്, അവൻ്റെ കയ്യിൽ 2 മീനുണ്ട് എന്ന് പറയുന്ന ഒരു അന്ത്രയോസിനെയും കർത്താവിന് വേണ്ട. കർത്താവിന് ക്രൂശിൽ കിടന്നുകൊണ്ട് 2 പേരെ ആവശ്യമുണ്ട്. അതിൽ ഒന്ന് ആരെ? പറ. ഒന്നാരെയാണ് ആവശ്യം? തൻ്റെ അമ്മയെ. ഈ ലോകത്തിലെ സകല നിന്ദയും സഹിച്ച് ഇവൻ തച്ചൻ്റെ മോൻ, അപ്പനില്ലാതെ പ്രസവിച്ചവൻ എന്ന് പറയത്തക്ക രീതിയിൽ അപമാനങ്ങൾ സഹിച്ച് തൻ്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കടന്നു പോകുമ്പോഴും മോനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരു വാളവൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു പോയപ്പോഴും മോനെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ച്, ഹല്ലേലൂയ, ഇന്ന പ്രവചനം ഇന്ന സമയത്ത് എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് അവനെക്കുറിച്ച് ഹല്ലേലൂയ മനസ്സ് ഉരുകി ഹല്ലേലൂയ സ്തോത്രം, അവനെ നോക്കുമ്പോഴെല്ലാം 33.5 തിരുവയസ്സിൽ ലോക ജനത്തിന് വേണ്ടി ക്രൂശിക്കപ്പെടേണ്ടവനാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ മകനെ നോക്കി ഹല്ലേലൂയ സ്തോത്രം ഹൃദയഭാരത്തോടെ ജീവിക്കുന്ന ഒരമ്മയെ ആ മകൻ നോക്കി. എന്തിനാ നോക്കിയത്? എനിക്ക് വേണ്ടി ഇത്രയും അപമാനം സഹിച്ച, ഹല്ലേലൂയ സ്തോത്രം, എന്നെ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ആ ക്രൂശിൽ ഹല്ലേലൂയ സ്തോത്രം കഴുതപ്പുറത്ത് എന്നെ ഇരുത്തി മിസ്രയീം എന്ന നാട് വരെ ഭാരത്തോടെ എന്നെയും കൊണ്ട് ഒളിച്ചോടി എൻ്റെ ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ ഫറവോൻ്റെ അധീനതയിൽ ചെന്ന് കഷ്ടത സഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ കൊടുത്ത, എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ച എൻ്റെ അമ്മയെ ഒരു സുരക്ഷിതത്വത്തിൽ ഏൽപ്പിക്കണം. ക്രൂശിൽ കടക്കുമ്പോഴും തൻ്റെ ആഗ്രഹം,
രണ്ട്, ആരെ കയ്യിൽ ഏൽപ്പിക്കും? ആരെ കയ്യിൽ ഏൽപ്പിക്കും? പത്രോസ് പറഞ്ഞു, ആരെല്ലാം കൈവടിഞ്ഞാലും ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല. അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റുമോ? അവൻ ചെയ്ത വേല കണ്ടില്ലേ? ഏൽപ്പിക്കാൻ പറ്റുമോ? ഇടയനെ വെട്ടിയപ്പോൾ എല്ലാ ശിഷ്യന്മാരും പോയില്ലേ? ആരെ ഏൽപ്പിക്കും? തൻ്റെ മാറോട് ചേർന്ന് കിടക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, അതായത് തൻ്റെ കുഴിമാടത്തിൽ വന്ന് അല്ലെങ്കിൽ തൻ്റെ കല്ലറയിൽ വന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് എന്ത് കിടക്കുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന പത്രോസിൻ്റെ കയ്യിലല്ല. ആ കല്ലറയ്ക്കകത്ത് കയറി അകത്ത് വന്നിട്ട് ഹല്ലേലൂയ സ്തോത്രം അവർ പറഞ്ഞത് ശരി തന്നെയോ എന്ന് തിരിച്ചറിഞ്ഞു അല്ലേ? തൻ്റെ ഹല്ലേലൂയ സ്തോത്രം ഉറുമാല് മുകളിലും തൻ്റെ പൊതിഞ്ഞ ശരീരം താഴ്ചവട്ടയിലും വെച്ചിട്ട് രണ്ട് ദൂതന്മാർ ഇരിക്കുന്ന കാഴ്ച കണ്ട യോഹന്നാനെ ദൈവം തിരക്കി. നമ്മുടെ അരുമനാഥ് തിരക്കി. പ്രിയ ദൈവമക്കളെ, നമുക്ക് 5 മക്കളുണ്ടായിരിക്കാം, 6 മക്കളുണ്ടായിരിക്കാം, ഇല്ല പണവും പദവിയുമുള്ള മക്കൾ, ശ്രേഷ്ഠതയുള്ള മക്കൾ ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവം തിരക്കുന്നത് അമ്മയെ ആശ്വസിപ്പിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എൻ്റെ അമ്മയെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം തിരക്കുന്നു. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെ കർത്താവ് യോഹന്നാനെ വിളിച്ചിട്ട് പറയുകയാണ്, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ്റെ അമ്മയാണോ? എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണിത്. ഇവരെ ദുഃഖത്തോടെ അല്ല, സന്തോഷത്തോടെ പോറ്റേണ്ട ഉത്തരവാദിത്വം യോഹന്നാനെ നിനക്ക് ഞാൻ കൈമാറുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ 2025 ഞാൻ നിങ്ങളോട് ഒരു ദൂതായിട്ട് തന്നെ ഇത് പറയാം. ഏത് മകനെ കുറിച്ചാണോ നിങ്ങൾ ദുഃഖിക്കുന്നത്, ഏത് മകനെ കുറിച്ചാണോ നിങ്ങൾ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് ആ മകൻ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, അവിടെ എൻ്റെ ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കരം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് തരും. ഹല്ലേലൂയ സ്തോത്രം. അതാ ദൈവം പറഞ്ഞതാ. ഹല്ലേലൂയ സ്തോത്രം. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. നീ ആരെടുത്തും പോണ്ട. നീ എനിക്ക് വേണ്ടി കഷ്ടം സഹിച്ചിട്ടുണ്ടെങ്കിൽ, നീ എനിക്ക് വേണ്ടി നിന്ന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, നീ എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ, നിന്നെ ആശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം 33.5 തിരുവയസ്സില് ഞാൻ അതിനെ എടുക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ആ ഉത്തരവാദിത്വമുള്ള ഒരു മകന്റെ പക്കൽ ഞാൻ അത് ഏൽപ്പിച്ചിട്ടാ എടുക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാമോ, തിരുവചനത്തില് തലമുറയെ കൊടുക്കുമ്പോൾ രൂത്തിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. രൂത്തിന്റെ പുസ്തകം 4:15 വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് വായിച്ച് 4:15. അവൻ നിനക്ക് ആശ്വാസപ്രദനും. നോക്കണമേ, ഒരു തലമുറയെ ദൈവം നമുക്ക് തരുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളാണ്. അമ്മയ്ക്ക് എന്തൊക്കെ ആയിരിക്കണം? ഒന്ന്, ആശ്വാസപ്രദൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ആശ്വാസപ്രദൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താ? ആശ്വാസം കൊടുക്കുന്ന വ്യക്തി, എടുക്കുന്നവനല്ല, കൊടുക്കുന്ന വ്യക്തി. അപ്പൊ തലമുറ എങ്ങനെയുള്ളതായിരിക്കും? അമ്മയ്ക്ക് ആശ്വാസം കൊടുക്കുന്ന മകനായിരിക്കും. ഇന്ന് നമുക്ക് തോന്നാം ആ മകൻ എങ്ങനെ ജീവിക്കുകയാണ്, ഒരു ആശ്വാസവും നമുക്ക് തരാതെ ജീവിക്കുന്നു എന്ന് വിചാരിച്ച് നീ കണ്ണുനീര് വാർക്കുകയാണെങ്കിൽ, നീ കരയുകയാണെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു പ്രിയ ദൈവ പൈതലേ, ഇന്ന് രാത്രിയിൽ ഈ 2025 അവസാനത്തെ രാത്രിയിൽ, അവസാനത്തെ മണിക്കൂറിൽ എൻ്റെ ദൈവത്തിന് പറയാനുണ്ട്, നീ കരയണ്ട. നിനക്കൊരാശ്വാസം ദൈവം 2026 വെച്ചിട്ടുണ്ട്.
കാരണം രൂത്തിനോട് ദൈവം പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അല്ല, രൂത്തിനെ കുറിച്ച് മേലാളൻ പറയുന്ന ഒരു വാക്കിങ്ങനെയാണ്, ഇവൾ അല്പസമയമേ, ഇവൾ മോവാബ് ദേശത്തിൽ നിന്ന് വന്നവളാണ്. പക്ഷേ ഇവൾ അല്പസമയമേ ഇവിടെ ഇരുന്നിട്ടുള്ളൂ, വീട്ടിൽ ഇരുന്നിട്ടുള്ളൂ. ബാക്കി സമയമെല്ലാം ഈ വയലിൽ ആണ് അവള്. അല്പസമയം നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കി വെച്ചിട്ട് നീ പൂർണ്ണമായിട്ട് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നോക്കി, ഇല്ല നിനക്ക് നോക്കാൻ പറ്റിയില്ല, വീട്ടിലിരുന്ന് നീ ദൈവവചനം വായിക്കുകയും നീ പ്രാർത്ഥിക്കുകയും ചെയ്ത വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്കൊരാശ്വാസം ദൈവം വെച്ചിട്ടുണ്ട്. ആ ആശ്വാസം എന്ന് പറയുന്നത് ആരെങ്കിലും കൊണ്ട് തരണല്ല, നിന്റെ തലമുറയിൽ കൂടെ തന്നെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ആശ്വാസവും വച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കും, ഇന്നത്തെ പോക്ക് കണ്ട എന്തില്ല, ഒരു ആശ്വാസവും കിട്ടുന്ന അനുഭവത്തിൽ കൂടെ അല്ല യാത്ര. പക്ഷെ ദൈവം പറയുന്നു അങ്ങനെയല്ല മക്കളെ. ഒരു സമയം ഞാൻ ഇതിനു വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ശിമയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ശിമയോൻ അല്ലേ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തെ കാത്തിരിക്കും. അതായത് അല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവന് ആശ്വാസം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയും ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ മേല് വേറൊന്നുമില്ല, പണമില്ല, പദവിയില്ല, ആലയത്തിൽ എപ്പോഴും ചെന്ന് കിടക്കാനുള്ള സമയവും വ്യക്തിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, യേശു കർത്താവ് ജനിച്ചു. അപ്പം പുള്ളി എവിടെയാ? ആലയത്തിലാണോ? അല്ല, പുള്ളി വെളിയില്ല. പക്ഷേ അവൻ്റെ മേലുണ്ടായിരുന്ന ആത്മാവ് ഒരു നിയോഗം പോലെ യേശു കർത്താവിനെ ആലയത്തിൽ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു? അവനെയും കൂട്ടി ആലയത്തിൽ വരുത്തി. ഇതാണ് ആത്മാവ്. അവനൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം നിറവേറേണ്ടതിന് ആലയത്തിൽ ഇല്ലായിരുന്ന ശിമയോനെ അപ്പോൾ മറിയ കർത്താവിനെയും കൊണ്ട് ആലയത്തിൽ വന്നപ്പോൾ അവനൊരു ആത്മനിയോഗം പോലെ എന്ത് ചെയ്തു? ആലയത്തിൽ വന്നു. ശരിക്കും എത്രയോ പേര് കർത്താവ് ജനിക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്നു. അവർക്ക് ആർക്കെങ്കിലും കർത്താവിനെ മനസ്സിലായ? ഇല്ല, ആർക്കും മനസ്സിലായില്ല. പക്ഷെ ആലയത്തിൽ ഇല്ലാത്ത ശിമയോൻ എന്ത് ചെയ്തു? ദൈവം കാര്യം അവന്റെ മേലാണ് ആത്മാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ശിമയോനോട് അല്ല പറഞ്ഞു, ഇതൊരു നിയോഗമാണ്, നീ പെട്ടെന്ന് ആലയത്തിൽ പോ. അവിടെ ഇരിക്കുന്നവർ ആർക്കും എന്ത് ചെയ്തിട്ടില്ല? കർത്താവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ആരുണ്ട്? 84 വർഷം കൊണ്ട് ഉപവസിച്ചും പ്രാർത്ഥിച്ചും പോകുന്ന ഹന്ന എന്ന് പറയുന്ന പ്രവാചകയുണ്ട്. മനസ്സിലായോ അവർക്ക് കർത്താവിനെ? ശിമയോൻ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, അല്ല 31-ാം വാക്യം വായിക്കുമ്പോൾ അവ പറയുകയാണ്, അവിടെ ഇരുന്ന പുരോഹിതന് മനസ്സിലായില്ല, അവിടെ ഇരുന്ന ജനത്തിന് മനസ്സിലായില്ല, 84 വർഷം കൊണ്ട് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ഇരിക്കുന്ന ഹന്നയ്ക്ക് മനസ്സിലായില്ല. പക്ഷേ ശിമയോൻ അകത്ത് വന്നിട്ട് പറയാണ്, ഇസ്രായേലിന്റെ മഹത്വവും ജാതികൾക്കൊരുക്കിയിരിക്കുന്ന രക്ഷയും എൻ്റെ കണ്ണുകൊണ്ട് ഇപ്പോഴാണ് ഹന്ന പ്രവാചകയ്ക്ക് മനസ്സിലായത്. ഞാൻ ആരെ കാത്തിരിക്കുന്നു? അവനിതാ ഇവിടെ അകത്ത്. പ്രിയ ദൈവമക്കളെ,
ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അല്ല, ആലയത്തിനകത്ത് വന്ന് ഞാനാണെന്ന് പറഞ്ഞും കൊണ്ട് മുൻപന്തിയിൽ നിൽക്കുന്ന അസൂയ പിടിച്ച പിടക്കമുള്ള കുൽനാഥര് കാണിക്കുന്ന ഇവരിലൊന്നും ദൈവം വെളിപ്പെടില്ല. എന്നാൽ നിന്റെ തലമുറയുടെ മേലൊരു ആത്മാവുണ്ടെങ്കിൽ, അവൻ്റെ മേലൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും അവൻ എവിടെ നിന്നാലും ആത്മനിയോഗത്തിൽ അവന് വെളിപ്പെടും. ഇതെൻ്റെ അമ്മയാണ്, എനിക്ക് വേണ്ടി നിന്ദകൾ സഹിച്ചവളാണ്, എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയവളാണ് എന്ന് അവിടെ അവൻ്റെ ഉള്ളത്തിനകത്ത് ദൈവം ഒരു പ്രകാശം കൊടുത്തിട്ട് അവനെ നമ്മുടെ അടുക്കലേക്ക് ദൈവം നടത്തി. ഇതാണ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് തരാനുള്ള ആശ്വാസം. ഇന്ന് എത്ര തന്നെ പിണങ്ങി പുറകോട്ട് മാറി നിന്നാലും ഈ 2025 ലാസ്റ്റ് മണിക്കൂറിൽ എൻ്റെ ദൈവത്തിന് തരാനുള്ള ദൂത് അത് തന്നെയാണ്. ആരൊക്കെ മക്കളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ? അയ്യോ, എൻ്റെ മകൻ ഇത്രയൊക്കെ ആയിട്ടും ഞാൻ പറയുന്നത് പോലെ കേൾക്കുന്നില്ല, ഇവന് വേണ്ടി ഞാൻ എത്ര കരഞ്ഞു, എത്ര ഞാൻ ഉപവസിച്ചു, എത്ര വട്ടം ദൈവസന്നിധിയിൽ നീറി എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ഒരു മാതാവാണ് നിങ്ങളെങ്കിൽ, നിശ്ചയമായിട്ടും ഇന്ന് രാത്രിയിൽ എൻ്റെ ദൈവത്തിന് പറയാനുണ്ട്, നീ കാത്തിരിക്കുന്നതിൻ്റെ ഒരു ആശ്വാസം നിനക്ക് ലഭിക്കുക ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നിശ്ചയമായിട്ടും നിങ്ങൾക്കറിയാമോ, പൗലൂസും ഹല്ലേലൂയ സ്തോത്രം ഹീലാസും ലൂക്കോസിനെയും വിളിച്ച എവിടെ? റോമിലേക്ക്, അത് ന്യായാധിപന്റെ സംഘത്തിലേക്ക് കൊണ്ടുപോയി. വഴിക്ക് വെച്ച് കപ്പൽ തകർന്നു. ഹല്ലേലൂയ സ്തോത്രം. അവർക്ക് കപ്പലിലുള്ള ഓരോ കണ്ടങ്ങൾ ഹല്ലേലൂയ സ്തോത്രം കിട്ടി. അവർ നീന്തി എവിടെ കയറി? രക്ഷപ്പെട്ട് മെലിത്താ ദ്വീപിൽ കയറി. അവിടെ ചെന്നപ്പോഴും അവിടെയും ഒരു രക്ഷയുമില്ല. അവിടെയും പിശാച് കെണിയൊരുക്കി ഒരു സർപ്പത്തെ മെലിത്താ ദ്വീപിലും വെച്ചിരുന്നു. അവിടെയും പൗലൂസിനെ കടിച്ചു. ഇതുപോലെയാണ് നമ്മളെ തലമുറകൾ. എവിടുന്നൊക്കെ രക്ഷപ്പെട്ടു വന്നിരുന്നാലും വിടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോന്ന് കയറി കടിച്ച് അവരെ പുറകോട്ട് വലിക്കുന്നുണ്ട്. ഈ ലോകമെന്ന് പറയുന്നത് കാന്തമാണ്. കാന്തം നമ്മളെ ഹല്ലേലൂയ നമ്മുടെ അനുഗ്രഹിക്കപ്പെടേണ്ട തലമുറ ഇരുമ്പും. കാന്തം ഇവിടെ വെച്ചിരുന്നാൽ മതി. അവിടെ നിന്ന മക്കളെ ആയിരുന്നാലും കാന്തം എന്ത് ചെയ്ത് ഒളിഞ്ഞോട്ട്. ഇതുപോലെയാണ് വാഗ്ദത്തമുള്ള മക്കളെ പിടിക്കുന്നത്. തലമുറയുടെ മേലൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഈ കാന്തം എന്ത് ചെയ്തോളും? വലിച്ച് പിശാചിൻ്റെ കൂടെ അങ്ങ് അടുപ്പിച്ചോളും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഇവൻ മുമ്പോട്ട് വരുന്നില്ല. കാരണം ഇവനെ പുറകോട്ട് വലിക്കുന്ന ഒരു ശക്തി ഉണ്ടോ? ഇത് കാണാത്ത നമ്മൾ നിരംപ്രതി എന്ത് ചെയ്യുന്നു? ദൈവത്തോട് ദൈവമേ 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 എന്ന് പറഞ്ഞ നമ്മൾ കരയുക. ഞാൻ നിങ്ങളോട് പറയാം, പൗലൂസ് പോയ കപ്പൽ തകർന്നു. അതിലിനി കണ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി എങ്ങനെ റോമിലെത്തും എന്ന് നോക്കുമ്പോഴാണ് കടലിൽ എന്ത് കിടക്കുന്നു? പറ, എന്ത് കിടക്കുന്നു? കടലിൽ എന്ത് കിടക്കുന്നു? ഒരു പുതിയ കപ്പൽ കിടക്കുകയാണ്. അശ്വനി ചിഹ്നമുള്ള ഒരു പുതിയ കപ്പൽ കിടക്കുന്നു. ഈ കപ്പലിൽ ആരെയും കയറ്റാതെ ആ കപ്പൽ അവിടെ കിടക്കണം. എന്തിനാണ്? പൗലൂസിനും മറ്റു യാത്ര. ഇന്ന് രാത്രിയിൽ നമുക്ക് തോന്നുന്നുണ്ടോ എല്ലാം നശിച്ചു പോയെന്ന്? ഇനി ഒരു ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു, ഇനി മുമ്പിലോട്ടൊരു യാത്രയും ഇല്ല എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ ആ തോന്നലങ്ങ് മാറ്റിവേ. നീ പോലും അറിയാതെ, നമ്മൾ പോലും ചിന്തിക്കാതെ
ഒരു കപ്പൽ ഒരുക്കി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നിർത്തി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കപ്പലില് എല്ലാം മാറി കടലിലിട്ടെങ്കിൽ ഈ കപ്പലിൽ പോകാൻ 3 മാസത്തേക്കുള്ള സാധനം കയറ്റിത്തരാൻ കുറെ ജനവും കാത്തു നിൽപ്പുണ്ട്. 2026 വിശ്വസിച്ചാൽ പ്രിയ ദൈവമക്കളെ, ഈ ഒരു അനുഭവത്തിൽ ദൈവം നമ്മെ നടത്തും. വിശ്വസിക്കുന്നവന്റെ വീട്ടിൽ, വിശ്വസിക്കുന്നവന്റെ കുടുംബത്തിൽ നിങ്ങളുടെ കയ്യിൽ കൂടെ നഷ്ടം വന്നു ചിലതിനെ ദൈവം തിരിച്ചു തരും, ഉറപ്പ് തന്നെ. പക്ഷെ നമുക്ക് ആവശ്യം എന്താണ്? വിശ്വാസം. എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയെന്ന് നമ്മൾ കരുതുന്നുവോ, ഇനി ഒരിക്കലും ഞാൻ വാരിയിട്ട വെള്ളത്തിൽ നിന്ന് എനിക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ദൈവം ഒരു പുതിയ കപ്പലിനെ കൊണ്ട് നിർത്തിയിട്ട് ആ കപ്പലിൽ കയറുന്നത് മാത്രമല്ല, 3 മാസം ഒരു ചെലവുമില്ലാതെ ജീവിക്കാൻ വേണ്ട എല്ലാ നന്മകളും പൗലോസിന് എന്ത് ചെയ്തു കൊടുത്തു? കയറ്റിക്കൊടുത്തു. കയറ്റിക്കൊടുക്കുന്നത് മാത്രമല്ല, 3 മാസം കഴിഞ്ഞ എവിടെയാണോ ഈ കപ്പൽ ചെന്ന് ചേരുന്നത് അവിടെ കാത്തു നിൽക്കാൻ കുറെ സഹോദരന്മാരെയും ദൈവം ഒരുക്കി. അത് പൗലൂസിനെ കുറ്റം പറയുന്ന സഹോദരങ്ങളല്ല, പൗലൂസിനെ കൊലപാതകി എന്ന് വിളിക്കുന്ന സഹോദരങ്ങളല്ല, പൗലൂസിനെ കണ്ട് ആനന്ദിക്കാൻ നിൽക്കുന്ന സഹോദരങ്ങൾ. ഇന്ന് രാത്രിയിൽ നമ്മൾക്കിനി 2026 പ്രവേശിക്കാൻ 1 മണിക്കൂർ പോലും തികച്ചില്ല. ഈ രാത്രിയിൽ പ്രിയ ദൈവമക്കളെ, നിനക്ക് വിശ്വസിക്കാമോ? നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു തന്ന് ഇന്നലെ വരെ പൗലൂസിനെ കൊലപാതകിയെന്നും നീതി ദേവതയാണ് ഈ തകർച്ചയ്ക്ക് കാരണമെന്നും വിധി എഴുതിയവരെ അല്ല നിന്റെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ പോകുന്നത്. നിന്റെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ പോകുന്നത് നിന്നെ കാത്തു നിൽക്കുന്ന, നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, നിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, നിന്റെ ഒരു വാക്ക്, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ചില മനുഷ്യരെ നിന്റെ അടുക്കലേക്ക് എൻ്റെ ദൈവം 2026 നിശ്ചയമായിട്ട് കൂട്ടിവരുത്തും. നിന്റെ ഒരു ആലോചന കേൾക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ദൈവം കൂട്ടിവരുത്തിക്കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, നീ ദൈവത്തെ മഹത്വപ്പെടുത്തും. അവിടെ തിരുവചനം എഴുതിയിരിക്കുന്നു, പൗലൂസ് കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട, ഹല്ലേലൂയ, സ്തോത്രം, പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? നോക്കണമേ, സഹോദരങ്ങൾ കൊലപാതകി എന്നല്ല വിളിച്ചത്, ഞങ്ങളെ കൂടെ 7 നാള് താമസിക്കണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഹല്ലേലൂയ, സ്തോത്രം, പോകുമ്പോൾ മുസ്ലിങ്ങൾ വരെ വിളിച്ചെന്നെ എന്ത് ചെയ്യും? 1-ാം തീയതി നാളെ വിളിച്ച് വീട്ടിൻ്റെ ഫ്രണ്ടിലിരുത്തും. ഹല്ലേലൂയ, സ്തോത്രം, സിറ്റ് ഔട്ടിൽ വിളിച്ച് ഇരുത്തും. അണ്ണാ പോവല്ലേ അണ്ണാ ഇരിക്കണ്ണ എന്ന് പറഞ്ഞ് ഇരുത്തും. ഇരുത്തി ഒരു ചായയും തരും, 200 രൂപ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, നമ്മൾ അവിടെ കയറി ഇരുന്നാൽ മതി. അവരെ അടുത്ത് പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ, ഉമ്മ, ഞാൻ ഒരു വീട്ടിൽ അവരെ ഉമ്മ എന്നാണ് വിളിക്കുന്നത്, ഉമ്മ എന്തിനാണ് എന്നെ വിളിച്ചിരുത്തുന്നത്? മക്കളെ, നീ വന്നിരുന്ന ആ വർഷത്തിൽ എനിക്ക് നന്മയ്ക്കൊരു കുറവും. അവരുടെ വിശ്വാസം അതാ. ഞാൻ അവിടെ ചെന്നിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് എന്ത് കിട്ടുന്നതെന്ന്, നന്മ കിട്ടുന്നതെന്ന്. ഒരു വീട്ടിലാണെങ്കിൽ ഹല്ലേലൂയ സോറ എന്ന് പറയും, അവരുടെ വീട്ടിലാണെങ്കിൽ 3 പെൺമക്കളാണ്. അവർ 3 അവിടെ ചെന്നിരുന്നിട്ട് ആ 1-ാം തീയതി അന്ന് ശരിക്കും പറഞ്ഞ കേക്കും ചായയും കൊണ്ട് മാത്രം എൻ്റെ വയറെന്ത് ചെയ്യും? നിറയും. ഈ മറ്റു ജാതിക്കാർ എന്ത് ചെയ്യുകയാണ്? ചായയും കേക്കും കാണിക്കുകയും തരികയാണ്. അവരിങ്ങനെ അണിക്കുകയും തന്നിട്ട് പറയും, അണ്ണാ എൻ്റെ 3 മക്കളുണ്ട്, 3 പെൺമക്കളാണ്, അണ്ണൻ അറിയാനില്ല,
ഇവരെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഭംഗിയായിട്ട് നടക്കണം. അതിനാണ് അണ്ണൻ ഈ ചായയും കാണിക്കുകയും. പ്രിയ ദൈവമക്കളെ, ഞങ്ങളെ വീട്ടിലോട്ട് തിരിയുന്നതിൻ്റെ നേരെ എതിർ സൈഡിലാണ് വീട്. 3 പെൺപിള്ളേർക്കും വിവാഹവും നടന്നു. 3 പേരുടെയും വിവാഹം നടന്ന് 2 പേരെ ഗൾഫിലുള്ള പിള്ളേർ കെട്ടിക്കൊണ്ടുപോയി. ഒരാളിനെ അവിടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇട്ടിരിക്കുന്ന ഒരു വ്യക്തി വിവാഹം കഴിച്ചു. ഞാൻ പറഞ്ഞതാ, നമ്മൾ മനസ്സോടെ ഒരു വീട്ടിൽ മനസ്സ് തുറന്ന് നമ്മൾ കയറിയിരുന്നാൽ മതി. അനുഗ്രഹിക്കുന്നത് ദൈവം. ഇരിക്കുന്നത് മാത്രമേ നമ്മുടെ ഉത്തരവാദിത്വമുള്ളൂ. ഇവിടെ നോക്ക്, പൗലൂസിനെ അവിടെ എന്തിനാ കൊണ്ടുപോയത്? തടവിലിരിക്കാനാണ് കൊണ്ടുപോയത്. പക്ഷേ ഓരോ വീട്ടുകാർ പറയണം, ഞങ്ങളെ കൂടെ 7 ദിവസം താമസിക്കണം, 7 ദിവസം ഞങ്ങളോട് താമസിക്കണം. അടുത്ത കണ്ട, അവിടുത്തെ സഹോദരങ്ങൾ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് ഞങ്ങളെ എതിരേറ്റ് എന്ത് ചെയ്തു? സ്വീകരിക്കാൻ വന്നു. പുള്ളി പെയ്യതെങ്ങനെ? തടവുകാരനായിട്ട്. നമ്മുടെ വർത്തമാനം കേട്ടിട്ട് പ്രിയ ദൈവമക്കളെ നമ്മളെ സ്വീകരിക്കാൻ വന്ന ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പലരും ഞങ്ങളോടൊക്കെ ദൂത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇന്ന വർഷം ഗൾഫിൽ പോവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഒരുപാട് ചാൻസുകളും വന്നു ഈ 2025. അന്ന് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മക്കളെ, നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു ദേശത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, പോകരുത്. നാളെ അവൻ പറയും, ഞാൻ കൊണ്ടുപോയതിലാണ് പാസ്റ്റർ എന്ത് ചെയ്തത്, രക്ഷപ്പെട്ടത്. 3 വിശ്വാസികളെയും വെച്ചുകൊണ്ട് വചനം ശുശ്രൂഷിച്ച് ജീവിച്ച പാസ്റ്റർക്ക് ഇത്തിരി മെച്ചപ്പെടാൻ ഞാനാണ് എന്ത് ചെയ്തത്, കാരണമായതെന്ന്. അങ്ങനെ ഒന്ന് നമുക്ക് വേണ്ട മക്കളെ, അങ്ങനെ ഒന്ന് നമ്മളെ ജീവിതത്തിൽ വേണ്ട. നീ യൂട്യൂബിലിടാ, ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, നമ്മളെ ഇങ്ങോട്ട് വിളിക്കും. നമ്മളെ പ്രസംഗം ഇന്ന് ഞാൻ റസാലണ്ണനെ കൊണ്ട് എൻ്റെ കുഞ്ഞമ്മേരെ വീട്ടിൽ പോയി. അവിടെ ഇരുന്ന സഹോദരി ചോദിച്ചത്, ടി വിയിൽ പ്രസംഗിക്കണ പാസ്റ്ററല്ലേ എന്നോ. ഞാൻ പറഞ്ഞില്ല, യൂട്യൂബിൽ കൂടെ പ്രസംഗം. എൻ്റെ കുഞ്ഞമ്മേരെ മരുമോള് ചോദിച്ച ചോദ്യം ഇതാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മെസ്സേജ് കേൾക്കുന്ന പലരും നമ്മുടെ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ അവർക്കറിയാം നമ്മൾ അനുഗ്രഹിക്കുന്നവരാണോ ശപിക്കുന്നവരാണോ. നമ്മൾ ചെന്ന് കയറിയാൽ ആ വീട് അനുഗ്രഹിക്കപ്പെടുമോ അതോ ശപിക്കപ്പെടുമോ എന്ന്. പൗലൂസിനെ കുറിച്ച് അവർ വർത്തമാനം കേട്ടു. ആ കേട്ടപ്പോൾ അവർ പൗലൂസിനെ തേടി വന്നു. ഇവനെ വിളിച്ച് കയറ്റിയാൽ എന്തുണ്ട്? ആശ്വാസം ഉണ്ടാവും. അടുത്ത വാക്കൂടെ വായിച്ചു നടത്തി. അവരെ കണ്ടിട്ട് പൗലൂസ്, ഞാൻ കഷ്ടപ്പെട്ടതിന് പ്രതിഫലം കിട്ടിയെന്നല്ല പറഞ്ഞതാ, ദൈവത്തെ എന്ത് ചെയ്തു പൗലൂസ്? വാഴ്ത്തി ദൈവം ഭാവിച്ചു. ഇന്ന് ഒരുമാതിരിപ്പെട്ടവരൊക്കെ പറ്റിക്കിടക്കുന്ന അബദ്ധം ഇതാ. ഇത്രയും ദിവസം ഞാൻ കിടന്ന് പാടുവിട്ടു, ഇപ്പോഴാണ് ഒരു ചെറിയ അനുഗ്രഹം എന്ത് ചെയ്തത്, കിട്ടിയത്. ഇല്ല പ്രിയതേ മക്കളെ, അനുഗ്രഹം നമുക്ക് തരുമ്പോഴും നമ്മൾ ദൈവത്തെ മഹത്വം കൊടുക്കുന്നവരാകണം, ദൈവത്തിന് പുകഴ്ച കൊടുക്കുന്നവരാകണം. ഇതാണ് തിരുവെഴുത്തുകളിൽ കൂടെ ഉളവാകുന്ന ആശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം. തിരുവെഴുത്തുകളിൽ കൂടെ ഉളവാകുന്ന ആശ്വാസം. ഇനി ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചോ, വേഗത്തിൽ വായിച്ചോ. കണ്ട,
നമ്മൾ കഷ്ടതയിലാകുന്ന എന്തിനാണ്? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ. ഏത് കഷ്ടതയിലുള്ളവരെയും ഞാൻ പറയാം, അല്യാസ്തോത്രം, ഇപ്പോൾ ഒരു തലമുറ നഷ്ടപ്പെട്ട ഒരു വ്യക്തി ഇരുന്നുകൊണ്ട് കരയാണ്. ആ വ്യക്തിയെ ഞാൻ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ ദുഃഖം ശരിക്കും അനുഭവിച്ചവനാണ് ഞാൻ. നിങ്ങൾ ചിലപ്പോൾ ആശ്വാസം കൊടുക്കാൻ ചെല്ലും, പക്ഷെ നിങ്ങളുടെ ദുഃഖത്തിൽ നിന്നല്ല പറയുന്നത്. ഈ ലോകത്തിലുള്ളവർ കൊടുക്കുന്ന ആശ്വാസം, അതേ ആശ്വാസമേ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ. പക്ഷെ എനിക്ക് കൊടുക്കാൻ കഴിയുന്നത് ഒരു നഷ്ടത്തിൽ ഞാൻ അനുഭവിച്ച വേദനയിൽ നിന്നാണ്. ഇതിനു വേണ്ടി ദൈവം നമുക്ക് തരുന്ന കഷ്ടതകളുണ്ട്, രോഗങ്ങളുണ്ട്. ഇപ്പൊ ഉഷ സിസ്റ്റർ ഇരിക്കുന്നു, അവിടെ കാലിൽ 2-4 ദിവസത്തേക്ക് മുമ്പേ ചെരുപ്പിടാൻ പോലും പറ്റാത്ത രീതിയിൽ മുറിവുണ്ടായിരുന്നു. അപ്പോൾ ഈ വേദന അനുഭവിച്ച സഹോദരിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. ഈ വേദന, ഇങ്ങനെ ഒരു രോഗം വന്നാൽ തൻ്റെ കാലുകൾക്ക് ഇങ്ങനത്തെ വേദന അനുഭവിക്കുമെന്ന രോഗം വന്ന സഹോദരിക്ക് അറിയാവും. മറ്റു നമ്മളെല്ലാം പറയുന്ന എല്ലാം എന്തായിരിക്കും? സാരമില്ല, ദൈവം സുഖമാക്കും. ഇതെല്ലാം നമ്മളെ മാനുഷ്യമായ അറിവിൽ നിന്നുകൊണ്ട് പറയുന്നത്. അനുഭവമുള്ളവനെ, അത് പ്രസംഗമായിരുന്നാലും ഉപദേശമായിരുന്നാലും വചനമായിരുന്നാലും, അനുഭവമുള്ളവൻ പറയുന്നത് പോലെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ ഇപ്പം നിർത്താം. ഞാൻ ചോദിക്കട്ടെ, പിശാച് നമ്മളെ ഒരു സാധനം നഷ്ടപ്പെടുത്തിയാൽ എത്ര മടങ്ങ് തിരിച്ചു കിട്ടും? പിശാച് നമ്മളെ ജീവിതത്തിൽ ഒരു സാധനം മോട്ടിച്ചോണ്ട് പോയി. ഇനി ഒരു മനുഷ്യൻ വന്ന് മോട്ടിച്ചോണ്ട് പോയി, ഒരു കള്ളൻ വന്ന് മോട്ടിച്ചോണ്ട് പോയി. ഒരു സാധനം എൻ്റെ കയ്യിൽ നിന്ന് പിശാച് മോട്ടിച്ചു, ഒരു കള്ളൻ മോട്ടിച്ചു, ഒരു മനുഷ്യൻ മോട്ടിച്ചു. എത്ര വീതം അവർ തിരിച്ചു തരണം? നമ്മളെ ജീവിതത്തിൽ അന്ന് ഏതാണ്, എന്താണ്, ആരാണ് കൊണ്ടുപോയിട്ടുള്ളതെന്ന് ആദ്യം മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ആരാണ് കൊണ്ടുപോയത്? പിശാച് കൊണ്ടുപോയാൽ ഇരട്ടി അല്ലേ? യോബിനെല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു. ആര് കൊണ്ടുപോയത്? പിശാച് പറഞ്ഞ്. ഇനി കള്ളം വന്ന് കൊണ്ടുപോയാൽ അതേ സാധനം കള്ളനാണ് വന്ന് മോട്ടിച്ചോണ്ട് പോയാൽ 7 മടങ്ങ്. മനസ്സിലായ? കള്ളം വന്ന് മോട്ടിച്ചോണ്ട് പോയി. ദൈവം മോട്ടിക്കാതെ, ദൈവം അപഹരിക്കാൻ അവസരം കൊടുക്കാതിരുന്നിട്ടും ഒരു കള്ളം വന്ന് നമ്മളെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു? നമ്മളെ പറ്റിച്ച്, നമ്മളെ കറക്കി, നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന സമയം അവൻ മോട്ടിച്ചോണ്ട് പോയി. അപ്പോൾ ശലോമോൻ പറയുന്നത് 7 മടങ്ങ് എന്ത് ചെയ്യണം? അവൻ തിരിച്ച് കൊടുക്കണം. ഇതെല്ലാം നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ഇനി ഒരു മനുഷ്യൻ വന്ന് നമ്മളെ വാക്ചാതുര്യം പറഞ്ഞ് നമ്മളെ ഒരു സാധനം അടിച്ചോണ്ട് പോയി എങ്കിൽ എത്ര മടങ്ങ് അവനിൽ ഉള്ളതിൽ നിന്ന് അവൻ നമുക്ക് തരണം? 4 മടങ്ങ്. അവന് ഉള്ള വസ്തുവിൽ നിന്ന് അവൻ എന്ത് ചെയ്യണം? നമുക്ക് മടക്കി തരണം. ഇത് ലൂക്കോസ് 19:8. ഞാൻ ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് എന്ത് ചെയ്യാം? മടക്കി കൊടുക്കുക. അപ്പൊ പ്രിയ ദൈവമക്കളെ, ഇത് നമ്മൾ വെച്ചിരിക്കുന്ന, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാ. ഇത് പ്രാർത്ഥിക്കാത്ത നമുക്ക് തിരിച്ചു കിട്ടുമോ? പ്രാർത്ഥിക്കാത്ത എല്ലാം പിശാചാണ് നമ്മളെ ഒന്ന് കൊണ്ടുപോയത്. എല്ലാം പിശാചാണ് കൊണ്ടുപോയത്.
നമ്മളെ മക്കളെ കൊണ്ടുപോയതെല്ലാം പിശാചാണോ? ആണോ? അല്ല. ലേവി എവിടെ ഇരുന്നു? ലേവി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട, ദൈവത്തോട് ചേരാനുള്ള ലേവി എവിടെ ഇരുന്നോ? ചുങ്കസ്ഥലത്തിരുന്നു. അപ്പൊ അവൻ ആ ചുങ്കസ്ഥലത്ത് കൊണ്ടിരുത്തിയത് ആര്? ദ്രവ്യം, അവന്റെ ജോലി, അല്ലേ? ഇത് രണ്ട് കാരണമാണ് അവന് ചുങ്കസ്ഥലത്ത് ഇരിക്കേണ്ടി വന്നത്. അത് അവനെ ദ്രവ്യാഗ്രഹത്തിലേക്ക് വഴി നടത്തി. അപ്പൊ നമ്മളെ തലമുറയിൽ ഇതേപോലെ വഴിപ്പെട്ട് തെറ്റിപ്പോകുന്ന മക്കളുണ്ട്. ഇതിപ്പോ അങ്ങനെയുള്ള മക്കളെ 4 മടങ്ങായിട്ട് മടക്കി തരാൻ നമ്മൾ ദൈവത്തോട് ആവശ്യപ്പെടണമെന്നേ, അല്ലേ? ആ ജോലി അവന് കിട്ടാതിരുന്നെങ്കിൽ അവൻ അവിടെ ചെന്നിരിക്കുമോ? ആ ജോലിയല്ലേ അവന് വിഷയം. നമ്മളെ ആ ജോലി, അയ്യോ എൻ്റെ മോന് ജോലി നഷ്ടപ്പെടാൻ, ഇതല്ലേ നമ്മളെ പ്രാർത്ഥന. ഞാനാണെങ്കിൽ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും, പ്രിയങ്ങളെ, ജോലി പെയ്യാലും ഒന്നുമില്ല, എൻ്റെ മോനെ എനിക്ക് എന്ത് ചെയ്യണം? ആശ്വാസമായി എനിക്ക് തിരിച്ചു കിട്ടണം. ഇന്ന് രാത്രിയിലായ അങ്ങനെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉയർന്നാൽ, ഇവിടെ എഴുതിയിരിക്കുന്നു, പുകയത്ത് വെച്ച തുരുത്തി പോലെ. അത് എന്തായി തീർന്നു? പുകയത്ത് തുരുത്തിയിരുന്ന എന്താകും? പറ. തുരുത്തി പുകയത്തിരുന്ന എന്താകും? അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും, ഇല്ലേ? അതിൻ്റെ ബലം നഷ്ടപ്പെടും, അതിൻ്റെ നിറം നഷ്ടപ്പെടും, നിറം മാറും. ഈ 3 അനുഭവത്തിൽ നമ്മളെ പ്രതീക്ഷ എല്ലാം മങ്ങി ഇരിക്കുകയാണ്. നിറം മങ്ങി, ഭംഗി നഷ്ടപ്പെട്ടു, ബലവും നഷ്ടപ്പെട്ടു. ഈ 2025 ഇതേപോലെ ചില നഷ്ടപ്പെട്ട നമ്മൾ ഇരിക്കുകയാണെങ്കിൽ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മൾ ഇത്തിരി കൂടെ ഉണർന്ന് ദൈവത്തോട് എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിച്ചാൽ മതി. ഒരു പുതിയ തീരുമാനം എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി. പുകയത്തല്ല വെച്ചിരിക്കുന്നത്, പുതിയ വീഞ്ഞ് പകരാൻ വേണ്ടിയാ കർത്താവ് വെച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളതിൻ്റെ ആഗ്രഹം നഷ്ടപ്പെട്ടു, നമ്മളെ പുഷ്ടി നഷ്ടപ്പെട്ടു, നമുക്കുണ്ടായിരുന്ന എല്ലാ മഹിമകളും നഷ്ടപ്പെട്ടു, ഇപ്പോൾ നമ്മളൊന്നുമല്ലാത്ത രീതിയിൽ ഇരിക്കുന്നു എന്ന്. ഈ തുച്ഛമായ മിനിറ്റുകൾ ബാക്കി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രിയ ദൈവമക്കളെ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. 2026 നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എല്ലാം തിരിച്ച് ദൈവം തരും. വാഗ്ദത്തെ ഓർത്ത്, എപ്പോൾ നീ എന്നെ ആശ്വസിപ്പിക്കുമെന്ന് ഓർത്ത് കരയണ്ട. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, കരയാതെ നിന്റെ കണ്ണും ശബ്ദം കേൾപ്പിക്കാതെ നിന്റെ അധരവും അടക്കിക്കൊള്ളുക. നിന്റെ പ്രവൃത്തിക്ക് ഒരു ഫലം ഉണ്ടാകും. നോക്കുകയാണ് എവിടെ കിടക്കുന്നു വചനമെന്ന്. 31:16. ഹല്ലേലൂയ, സ്തോത്രം, അല്ലേ? കരയാതെ നിന്റെ കണ്ണും ശബ്ദം കേൾപ്പിക്കാതെ നിന്റെ അധരവും അടക്കിക്കൊള്ളണം. ഒരു പ്രതിഫലം 2026 എല്ലാവർക്കും ദൈവം നൽകും. വിശ്വസീര ഒരു പ്രതിഫലം നമ്മൾ വാങ്ങാൻ പോകുകയാണ്. നിത്യസ്നേഹം കൊണ്ട് 31:3 പറയുന്നു, ദൂരത്ത് നിന്ന് അവൻ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, നിത്യസ്നേഹം കൊണ്ട് അവൻ എന്നെ സ്നേഹിച്ചു, അവൻ്റെ ദയ ദീർഘമാക്കിയിരിക്കുന്നു.
അതുകൊണ്ട് ചേലെടുത്ത് തപ്പെടുത്തുകൊണ്ട് ഞാൻ ദൈവജനത്തിൻ്റെ മുൻനിരയിൽ എത്തും. ഈ പ്രതീക്ഷയോടെ 2026 എനിക്ക് മുൻനിരയിൽ 2025 എത്താൻ കഴിയാത്ത സകല മേഖലകളിലും ഞാൻ എത്തും എന്ന് ഈ രാത്രിയിൽ വിശ്വസിക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് എത്താൻ കഴിയേണ്ട മേഖലകൾ എനിക്ക് 2025 എത്താൻ കഴിഞ്ഞിട്ടില്ല, എന്നെ എത്തിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ 2025 നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം.